സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്ന് ചില വചനങ്ങൾ നമ്മൾ വായിക്കുകയാണ്. എല്ലാവരും ബൈബിൾ തുറന്ന് വായിക്കുക, അല്ലാത്ത ആളുകൾ കേൾക്കുക. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. ഒരു എലീശയെ പിടിക്കുന്നതിന് വേണ്ടി രാജാവ് ഒരു സൈന്യത്തെയും കുതിരകളെയും രഥത്തെയും എല്ലാം അയച്ചു. ചെന്നിട്ട് എലീശയെ പിടിച്ചുകൊണ്ട് വരൂ എന്ന് പറഞ്ഞു. അവൻ രഹസ്യമെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അവനെ പിടിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞ് അവരെ അയച്ചു. ഇപ്പോൾ വായിക്കുക. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞു. അതിനു അവൻ, പേടിക്കേണ്ട. എന്താണ് സംഭവിച്ചത്? ആ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ വലിയൊരു സൈന്യം അവരുടെ ചുറ്റും വളഞ്ഞിരിക്കുകയാണ്. സൈന്യങ്ങൾ രഥങ്ങളും കുതിരകളുമൊക്കെയായിട്ട്. അവർ കുന്തവും വാളുമൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ആ ബാല്യക്കാരൻ അവരെ കണ്ട് ഭയന്ന് വിറച്ചു. അകത്തേക്കോടി, യജമാനനേ, അങ്ങയുടെ കഥ കഴിയാൻ പോവുകയാണ്. അങ്ങ് രാജ്യത്തെ രക്ഷിക്കാൻ ഉപദേശം കൊടുത്തു, എന്നാൽ ഇപ്പോൾ അങ്ങയുടെ സ്ഥിതി എന്താണ്? അവരുടെ രഹസ്യം പറഞ്ഞു കൊടുത്ത നിന്റെ കഥ കഴിയാൻ പോവുകയാണ്. എന്താണ്, പിശാച് ദൈവദാസന്മാരെ വെറുതെ വിടുമെന്നാണോ വിചാരിക്കുന്നത്? അതായത് ഞാൻ ദൈവദാസനായതുകൊണ്ട് പിശാച് എൻ്റെ പുറകെ വരില്ലെന്നാണോ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല. എന്നെയും അവൻ പിന്തുടരുവാനിടയാകും. നിങ്ങൾ ചിന്തിച്ചേക്കാം, ജയ്പോൾ പാസ്റ്ററിന് ഒരു കുഴപ്പവുമില്ല, ഒരു പ്രശ്നവുമില്ല, ഒരു പരീക്ഷണവും ശോധനയുമില്ല, ദൈവത്തിൻ്റെ ദൂതന്മാരെല്ലാം ഉണ്ടല്ലോ എന്നൊരു വിഷയം നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ എത്രയോ തവണ പിശാചിനെ പരീക്ഷിക്കാൻ വന്നെന്നറിയാമോ? എത്രയോ തവണ എൻ്റെ കുടുംബജീവിതം തകർക്കുന്നതിന് വേണ്ടി, എൻ്റെ മക്കളുടെ ഭാവി നശിപ്പിക്കുന്നതിന്, എന്നെ രോഗിയാക്കി മാറ്റുന്നതിന്, എന്നെ കിടപ്പിലാക്കുന്നതിന് വേണ്ടി, അതുപോലെ ദൈവവേലയോട് എനിക്ക് വെറുപ്പ് ഉളവാക്കുന്നതിന് വേണ്ടി എത്രയോ രീതിയിൽ, നമുക്കറിയാം, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എത്രയോ രീതിയിലുള്ള പരിശോധനകൾ വരും. അവയെല്ലാം തന്നെ എൻ്റെ ജീവിതത്തിൽ വരുവാനുമിടയായി എന്നെനിക്ക് ധൈര്യത്തോടു കൂടി തന്നെ പറയാൻ കഴിയും. എന്നാൽ ഒരു ശോധനയിലും കീഴ്പ്പെട്ടു പോകാതെ നിലനിൽക്കാനുള്ള ശക്തി കർത്താവ് എനിക്ക് നൽകി. ഭയപ്പെടരുത്. പിശാച് നിങ്ങളുടെ അടുക്കൽ വന്നാൽ ഭയപ്പെടരുത്. അവനോട് നിങ്ങൾ എതിർത്ത് നിൽക്കുക. പിശാചിനെ എതിർത്ത് നിൽക്കുക. അപ്പോൾ അവൻ നിങ്ങളെ വിട്ടിട്ട് ഓടിപ്പോകാനിടയാകും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, പന്നികൾ വരികയാണെങ്കിൽ നായ്ക്കൾ അവയെ ഓടിക്കും. പന്നി നായ്ക്കളുടെ മുൻപിൽ പെടുകയാണെങ്കിൽ നായ്ക്കളുടെ കുര കേൾക്കുമ്പോൾ തന്നെ പന്നി പറഞ്ഞു ഓടി രക്ഷപ്പെടാനിടയാകും. ഓടി ഓടി അത് ക്ഷീണിക്കുന്ന സമയത്ത് അതവിടെ നിൽക്കും. പിന്നെ എന്തു ചെയ്യുമെന്നറിയാമോ? പിറകോട്ട് തിരിഞ്ഞ ശബ്ദമുണ്ടാകും. അപ്പോൾ തന്നെ നായ വാലും ചുരുട്ടിട്ട് ഓടുവാൻ തുടങ്ങും. നമ്മൾ പിശാചിനെ ഭയപ്പെട്ടാൽ അവൻ നമ്മുടെ പിറകെ വന്നുകൊണ്ടിരിക്കും. നീ പിശാചിനെ ഭയന്നോടാൻ തുടങ്ങിയാൽ അവൻ നിന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ എന്താണ്? അവനോട് എതിർക്കുക. ചിലർ പറയാറുണ്ട്, ഞാൻ എതിർക്കുന്നുണ്ട്, എങ്കിലും അത് സാധിക്കുന്നില്ല എന്ന് പറയും. നിങ്ങൾ ആ വചനം നന്നായിട്ട് വായിക്കുക. യാക്കോബിന്റെ പുസ്തകം എന്താണ് പറയുന്നത്? 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിനെ കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. ദൈവത്തിന് കീഴടങ്ങാതിരിക്കുക, പിശാചിനെ എതിർക്കുക, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്നാണോ? ദൈവത്തിന് കീഴടങ്ങാതെ പിശാചിനെ നിങ്ങൾ എതിർത്താൽ, നിങ്ങളുടെ പക്ഷത്ത് ദൈവമില്ലാതിരിക്കുമ്പോൾ പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അവൻ നിന്നേക്കാൾ ബലമുള്ളവനാണ്, നിന്നേക്കാൾ ശക്തിയുള്ളവനാണ്. എന്നാൽ നമ്മിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നമ്മുടെ കർത്താവ് പിശാചിനേക്കാൾ വലിയവനാണ്. കർത്താവ് നമ്മോട് കൂടെയായിരിക്കുമ്പോൾ നീ പിശാചിനെ ശാസിച്ചാൽ പിശാച് ഓടുമെന്നാൽ, നീ ദൈവത്തിന് കീഴടങ്ങാതെ, ദൈവത്തോടു കൂടെ ഇരിക്കാതെ പിശാചിനോട് പോ എന്ന് പറഞ്ഞാൽ അവൻ പോയിട്ട് നിന്നെ മുൻപോട്ട് തള്ളിയിടാനിടയാകും. കണ്ടില്ലേ? പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. ആ ചുറ്റുപാടും വന്നതായ വലിയ സൈന്യത്തെ കണ്ടിട്ട് ബാല്യക്കാരൻ ഭയപ്പെട്ടു. എലീശ, നമ്മുടെ കഥ കഴിയാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എലീശ എന്താണ് പറഞ്ഞത് നോക്കൂ. പേടിക്കേണ്ട, നീ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, 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 ഭയപ്പെടേണ്ട. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിൽ 365 തവണ നിങ്ങൾ ഭയപ്പെടരുത്, ഭയപ്പെടരുത്, ഭയപ്പെടരുത് എന്ന വാക്ക് എഴുതിയിട്ടുണ്ട്. അതായത് എല്ലാ ദിവസവും ദൈവം എന്താണ് നമ്മളോട് പറയുന്നത്? നിങ്ങൾ ഭയപ്പെടരുത്. അനേകം ആളുകൾക്കും ഇന്ന് ഭയമാണ്. എന്തൊരു ഭയമാണ്? മരണത്തെക്കുറിച്ചുള്ള ഭയം, കടഭയം, ഭാവിയെക്കുറിച്ചുള്ള ഭയം. ചിലർക്ക് ഭാര്യയെ ഭയമാണ്. ഭാര്യയെ കാണുമ്പം ഭയമാണോ? അമ്മ
ചിലർക്ക് ഭർത്താവിനെ കാണുന്ന ഭയമാണ്, അതുപോലെ ചിലർക്ക് മക്കളെ കാണുന്നത് ഭയമാണ്. അയ്യോ, അവൻ വരുന്നുണ്ട്, എൻ്റെ പണമെല്ലാം തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ. നോക്കൂ, ഈ കാലത്ത് മക്കളെ കാണുമ്പോൾ മാതാപിതാക്കൾ ഭയപ്പെടുകയാണ്. അയ്യോ, അവൻ വരുന്നുണ്ട്, എനിക്ക് തലവേദന തരുന്നവൻ, അവൻ വീട്ടിൽ വന്നിട്ട് സകല നാശങ്ങളും ചെയ്തു വെക്കാൻ ഇടയാകും. എന്തുകൊണ്ടാണ് പരസ്പരം ആളുകൾ ഇങ്ങനെ ഭയക്കുന്നത്? എന്തുകൊണ്ട് ഈ ഭയമുണ്ടായി? ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വയും തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ച പഴം തിന്നപ്പോഴാണ് ഭയം ആദ്യമായി ഉണ്ടായത്. ആദാമേ, നീ എവിടെയാകുന്നെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, അങ്ങയെ ഭയന്നിട്ട് ഞങ്ങൾ ഇവിടെ ഒളിച്ചിരിക്കുകയാണ്. എന്തിനാണ് നീ ഭയപ്പെടുന്നതെന്ന് ദൈവം ചോദിച്ചു. പാപം ഭയത്തെ കൊണ്ടുവരാനിടയാകും. പാപം നിന്റെ മനസ്സിലുണ്ടായിരിക്കുന്നിടത്തോളം കാലം നിനക്ക് ഭയമായിരിക്കും. ദൈവത്തിൽ നീ വിശ്വാസം അർപ്പിച്ചാൽ നീ ഭയപ്പെടുകയില്ല. ഭയപ്പെടരുത്, ഭയപ്പെടരുത്. എന്താണ് പറഞ്ഞത് ബാല്യക്കാരനോട്? നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയായ ദൈവം ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. അവൻ നോക്കിയപ്പോൾ എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അവൻ ആദ്യം ലോകത്തിലെ മാത്രമാണ് കണ്ടത്. എന്നാൽ എലീശ പ്രാർത്ഥിച്ചു, ദൈവമേ, ബാല്യക്കാരന്റെ കണ്ണു തുറക്കണമേ. അതായത് അവന്റെ ഹൃദയദൃഷ്ടി തുറന്നു നോക്കിയപ്പോൾ അവരുടെ സൈന്യത്തെക്കാൾ വലിയ സൈന്യമായ ദൈവത്തിന്റെ സൈന്യത്തെ കണ്ടു. അഗ്നി രഥങ്ങൾ കൊണ്ടുള്ളത്, വെറും രഥങ്ങളല്ല. അവരുടെ ചുറ്റും വലിയ അഗ്നിരഥങ്ങൾ നിറഞ്ഞിരിക്കുന്നത്, വലിയ കാവലുണ്ടായിരിക്കുന്നത് കണ്ടു. നീതിമാന്മാരുടെ ചുറ്റും യഹോവയുടെ ദൂതൻ കാവൽ ചെയ്യും, അവരെ വിടുവിക്കും. നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ടാൽ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, ക്രിസ്ത്യാനികളുടെ ഭവനത്തിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. എത്ര പേരുണ്ട് കുടുംബ പ്രാർത്ഥന ചെയ്യുന്നവർ? കൈ ഉയർത്താമോ? വളരെ സന്തോഷം, കുറേ ആളുകളുടെ വീട്ടിലുണ്ട്. ഞങ്ങൾ ചെറുപ്പകാലത്ത് പോയിക്കൊണ്ടിരുന്ന സഭയിൽ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചെയ്യുമായിരുന്നു. അതിനുശേഷം അവസാനം യേശുവിൻ്റെ രക്തത്താൽ ജയം എന്ന് പറഞ്ഞ കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുമായിരുന്നു. നിങ്ങളെല്ലാവരും നിർബന്ധമായും കുടുംബ പ്രാർത്ഥന ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഭവനത്തിൽ എല്ലാവരും വന്നില്ലെങ്കിലും 2-3 പേരാണെങ്കിലും ഇരിക്കുക. കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ 2-3 പേർ വന്ന അവരുടെ നടുവിൽ ഞാൻ ഉണ്ടാകുമെന്ന്. നിങ്ങൾ കുടുംബ പ്രാർത്ഥന ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരെ ഇറങ്ങി നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും കാവൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അനാവശ്യമായ രോഗങ്ങൾ ഉണ്ടാകില്ല. പിശാചിന്റെ പണികളൊന്നും നിങ്ങളുടെ ഭവനത്തിൽ അപ്പോൾ നടക്കില്ല, പ്രവർത്തിക്കില്ല. എന്താണ്? നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും ദൈവത്തിന്റെ വേലി വരും, ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകാനിടയാകും. എലീശ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ ചുറ്റും അഗ്നി രഥങ്ങൾ കാവലായിട്ട് ഇറങ്ങാനിടയായി. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്നു. അവന്റെ മുൻപിൽ ലോകത്തിന്റെ സൈന്യമുണ്ടായിരുന്നുവെങ്കിലും എലീശയുടെ ചുറ്റും ദൈവത്തിന്റെ സൈന്യമുണ്ടായിരുന്നു. ലോകവും പിശാചും നിനക്ക് എതിരെ എത്രമാത്രം പ്രവർത്തിച്ചാലും നീ യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ചാൽ, നീ അവനോട് പ്രാർത്ഥിച്ചാൽ, അവന്റെ അഗ്നി വേലി നിന്റെ ഭവനത്തിന് ചുറ്റുമുണ്ടാകും. യോബിന്റെ വീടിന് ചുറ്റും പിശാച് ചുറ്റി നടക്കാനിടയായി. എതിരെങ്കിലും നൂഴ്ന്ന് കയറാമോ എന്ന് ചിന്തിച്ച് നടന്നിട്ട് എവിടെയും സ്ഥലം കാണാതായപ്പോൾ നേരെ ദൈവസന്നിധിയിൽ ചെന്നിട്ട് കംപ്ലൈന്റ് പറയുകയാണ്, പരാതിപ്പെടുകയാണ്. ദൈവത്തോട് എന്താണ് അവൻ പറയുന്നത്? നീ ഇയ്യോബിന് ചുറ്റും വേലി കെട്ടിയിരിക്കുകയാണല്ലോ, എനിക്കതുകൊണ്ടാണ് അങ്ങോട്ട് കടക്കാൻ കഴിയാത്തത്. ഇയ്യോബിനെ നീ അനുഗ്രഹിച്ചത് കൊണ്ടാണ് അവൻ നിന്നെ അനുഗമിക്കുന്നത്, അല്ലാതെ യഥാർത്ഥമായിട്ടുള്ളതല്ല എന്ന് പറഞ്ഞു. എന്നൊക്കെ ദൈവസന്നിധിയിൽ അവനെക്കുറിച്ച് പരാതിപ്പെട്ട സമയത്ത് ദൈവം പറഞ്ഞു, അവൻ നീതിമാനും നിഷ്കളങ്കനുമാണ്, എന്നോട് ഭയവും ഭക്തിയുമുള്ളവനാണ്, അവൻ വിശ്വസ്തനാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും ദൈവത്തിന്റെ വേലി ഉണ്ടെങ്കിൽ ഒരു സൂചി പോലും നഷ്ടപ്പെടില്ല. ഇയ്യോബിന് ചുറ്റും വേലി കെട്ടിയപ്പോൾ പിശാചിന് അവനെ തൊടുവാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ വീടിന്റെ അവസ്ഥ എന്താണ്? ഒരാൾ പറഞ്ഞു, സൂചിയുടെ കാര്യം എന്താണ്? എൻ്റെ സെൽഫോൺ പോലും 3 പോയി. എത്ര സെൽഫോണാണ് നഷ്ടപ്പെട്ടു പോയത്? എത്ര ഉപകരണങ്ങളാണ് നശിച്ചു പോകുന്നത്? എത്ര പാത്രങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? എത്ര വസ്തുക്കളാണ് കേടായിട്ട് പോകുന്നത്? എന്തുകൊണ്ട് നിന്റെ ഭവനത്തിൽ അനുഗ്രഹമില്ല? നീ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നതൊക്കെയും എന്തുകൊണ്ട് നിനക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല? വീടിന് ദൈവിക സംരക്ഷണമില്ല. പിശാച് അലറുന്ന സിംഹത്തെ പോലെ നിന്റെ വീടിന് ചുറ്റും കറങ്ങുകയാണ്. നിങ്ങളുടെ വസ്തുക്കൾ നശിപ്പിക്കുവാൻ, മക്കളുടെ ഭാവിയെ നശിപ്പിക്കുവാൻ, ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കിക്കുവാൻ. ഭാര്യാഭർത്താക്കന്മാരുടെ നടുവിൽ പിശാച് വന്നിട്ട് ഭാര്യയ്ക്കും ഭർത്താവിനും ഓരോ തട്ട് കൊടുത്തിട്ട്
ഇവർ വഴക്കുണ്ടാക്കുന്നത് കാണുമ്പോൾ അവൻ കൈകൊട്ടിച്ചിരിക്കും. എന്താണ്? പിശാചിന്റെ ലക്ഷ്യമെല്ലാം കുടുംബത്തിന്റെ മേലാണ്. കാരണം ദൈവത്തിന്റെ ദൃഷ്ടി കുടുംബത്തിലുള്ളതുകൊണ്ട്, ദൈവം ഒരു കുടുംബത്തെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ ലോകത്തെ നിറയ്ക്കുവാൻ ആഗ്രഹിച്ചത്. ഒരു കുടുംബത്തെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് രക്ഷകനെ ലോകത്തിലേക്ക് അയച്ചത്. ഒരു കുടുംബത്തെ അനുഗ്രഹിച്ചിട്ടാണ് അതിൽ കൂടി ലോകത്തെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് പിശാചിന്റെ ദൃഷ്ടി എപ്പോഴും കുടുംബത്തിന്റെ മേലായിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് കുടുംബങ്ങൾ ഛിന്ന ഭിന്നമായി പോകുന്നത്. കുടുംബ പ്രശ്നങ്ങൾ കുമിഞ്ഞുകൂടുന്നു. നമ്മുടെ ഭാരതത്തിലും അത് സർവ്വസാധാരണമായിരിക്കുന്നു. 3 മാസം കല്യാണം കഴിച്ച് ജീവിച്ചിട്ട് എനിക്ക് വേണ്ട എന്ന് പറയുന്നു. വിവാഹമോചനം തേടുന്നു. എനിക്ക് വേറെ വിവാഹം കഴിക്കണം. എന്താണ്? പണ്ടൊക്കെ വിദേശ രാജ്യങ്ങളിലായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് നമ്മുടെ ഭാരതത്തിലും എത്രയോ കുടുംബങ്ങളിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നത, കലഹം, ബഹുഭാര്യത്വം. പണ്ടുള്ള കാലങ്ങളിൽ ഭാര്യാഭർത്താക്കന്മാർക്ക് കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷം അവരുടെ പ്രധാന ജോലി എന്താണെന്നാൽ മക്കളെ വളർത്തുക എന്നതാണ്. എത്ര മക്കളുണ്ടാകുന്നുവോ അത്രയും ശ്രേഷ്ഠതയാണ് അവർക്ക്. ഒരു കുടുംബത്തിൽ 12 മക്കളുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് വലിയ വിലയാണ്. ഇപ്പോൾ 2 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ പിന്നെ അയ്യോ ഞങ്ങൾക്ക് വേണ്ടേ എന്ന് പറയും. കുറെ കാലം മുമ്പൊക്കെ നമ്മൾ 2 നമുക്ക് 2 എന്നാണ് പറയുന്നത്. ഇപ്പോഴെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എഴുതുന്നത്? ഞങ്ങൾ 2 നമുക്ക് 1 മതി എന്നാണ്. 2 വേണ്ട 1 മതി എന്നാണ് പറയുന്നത്. ഇപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് വിവാഹമേ വേണ്ട. ആണുങ്ങൾ ആണുങ്ങളെ വിവാഹം കഴിക്കാം, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ വിവാഹം കഴിക്കാം. അപ്പോൾ കുഞ്ഞുങ്ങളും ഉണ്ടാവുകയില്ലല്ലോ. ഇപ്പോൾ പലയിടങ്ങളിലും ആണിനെ വിവാഹം കഴിക്കുന്നു. അയർലൻഡ് ദേശത്ത് ഒരു കാലത്ത് പോയ സമയത്ത് അതവിടെ ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. പുരുഷനും തമ്മിൽ വിവാഹം കഴിക്കാമെന്ന ഓർഡർ കൊടുത്തിരിക്കുന്നു. എത്ര ഹീനമായ സ്ഥിതിയിലേക്ക് രാജ്യം പോയിരിക്കുന്നു എന്ന് നോക്കുക. സൊദോം ഗൊമോറയിലെ പാപമായിരുന്നു അത്. കർത്താവിന്റെ വരവടുത്തിരിക്കുന്നതിന്റെ ലക്ഷണമാകുന്നു അത്. മറക്കരുത്. അത് ലോത്തിന്റെ ദിവസം പോലെയായിരിക്കും, നോഹയുടെ കാലം പോലെയായിരിക്കും എന്ന് കർത്താവ് മുന്നമേ പറഞ്ഞതാണ്. ഇന്നീ ലക്ഷണങ്ങളെല്ലാം കാണുന്നതിന്റെ അർത്ഥം എന്താണ് ഓർക്കുക? കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ്. നിന്റെ വീടിന് ചുറ്റും വേലിയുണ്ടോ? കുടുംബത്തിന് ചുറ്റും ദൈവത്തിന്റെ വേലിയുണ്ടോ? നിന്നെ ഭയപ്പെടുത്തുവാൻ വരുന്നതായ പിശാചിനെ നേരിടുവാൻ കഴിയുന്നതായ ദൈവത്തിന്റെ വേലിയുണ്ടോ? നീ കർത്താവിന്റെ പക്ഷത്ത് നിന്നാൽ, ദൈവത്തോട് നീ ചേർന്ന് നിന്നാൽ പിശാച് നിന്നെ തൊടില്ല. ദൈവം തന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നിന്നെ കാത്തു രക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങളുടെ കൺമണിയെ പിടിക്കാൻ നോക്കുക, ട്രൈ ചെയ്യുക. നിങ്ങളുടെ വിരൽ കൊണ്ട് കൃഷ്ണമണിയെ തൊടുവാൻ നോക്കുക, ട്രൈ ചെയ്യുക. തൊടാൻ ചെല്ലുമ്പോഴേക്കും കൺപോളകൾ അടയ്ക്കും. എൻ്റെ കൈയല്ലേ, എൻ്റെ കൺമണിയല്ലേ എന്ന് പറഞ്ഞ് കണ്ണുകൾ അടയ്ക്കാതിരിക്കുമോ? ഒരിക്കലുമില്ല. നിന്റെ കണ്ണിൻ്റെ കൃഷ്ണമണി നീ എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു, അതുപോലെ ഞാൻ നിനക്ക് ഒരു അപായവും വരാതെ കാക്കുവാനിടയാകും. ബൈബിൾ വായിക്കുക. ദൈവത്തിൻ്റെ വേലി നിങ്ങളുടെ ഭവനത്തിന് ചുറ്റുമുണ്ടാകാൻ, നിങ്ങളുടെ കാലുകൾ കല്ലിനോട് തട്ടാതിരിക്കണമെങ്കിൽ, നിങ്ങൾക്ക് മുറിവുണ്ടാകാതിരിക്കുവാൻ, എന്താണ്, നിങ്ങളുടെ കൈകാലുകൾ ഒടിയാതിരിക്കുവാൻ, നിങ്ങളുടെ നടു വെട്ടാതെ ഇരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ നീ ആയിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എത്ര അപകടം വന്നാലും, എന്തൊക്കെ സംഭവിച്ചെന്നാലും ശരി, എന്തെല്ലാം സംഭവിച്ചാലും ശരി, പിശാചിന് നിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ദൈവപുരുഷനെ പിടിക്കുന്നതിന് വേണ്ടി വലിയ സൈന്യവുമായിട്ട് കടന്നു വന്നു. എന്നാൽ ദൈവം ആദ്യം തന്നെ വലിയൊരു സൈന്യത്തെ, ആ സ്വർഗീയ സൈന്യത്തെ തൻ്റെ വീടിന് ചുറ്റും ഇറക്കി. പിന്നെന്താണ് അവിടെ കാണുന്നത്? വായിക്കുക. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഈ എലീശയുടെ പണി എപ്പോൾ നോക്കിയാലും ഒരേ ഒരു പണിയാണ്. എന്താണത്? പ്രാർത്ഥന. എന്താണ് ഇദ്ദേഹത്തിന്റെ പണി? പ്രാർത്ഥന മാത്രം. പ്രാർത്ഥന ചെയ്തു. ഈ സേവകന്റെ കണ്ണു തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കണ്ണു തുറക്കുവാനിടയായി. ഇവരുടെ കണ്ണുകളെല്ലാം അടയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്താണ്? കണ്ണടഞ്ഞുപോയി. ദൈവപുരുഷൻ മഴ പെയ്യരുതെന്ന് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തില്ല. മഴ പെയ്യുവാൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. എന്താണ്? നമ്മുടെ പ്രാർത്ഥനയിൽ കൂടി ഭൂമിയിലെ സൃഷ്ടിയെയും ചരാചരങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയും. യോശുവ പ്രാർത്ഥിച്ചു പറയാനിടയായി, സൂര്യ നിൽക്കൂ എന്ന്, ചന്ദ്ര നിൽക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നിൽക്കുവാനിടയായി. എന്നാൽ ഇതെല്ലാം കെട്ടുകഥകളാണെന്ന് ചില ആളുകൾ പറഞ്ഞു പിടിപ്പിച്ചു. പിന്നീട് അവർ പരിശോധിച്ച് സയന്റിഫിക്കായിട്ട് നോക്കിയപ്പോൾ, ആ വർഷത്തിലെ ദിവസങ്ങൾ കണക്കുകൂട്ടിയപ്പോൾ മനസ്സിലായി അതിൽ 24 മണിക്കൂറുകൾ കുറഞ്ഞിരിക്കുന്നുവെന്ന്. എങ്ങനെ മിസ്സായി എന്ന് അവർ തലപുകഞ്ഞ് ആലോചിച്ചിട്ടും മനസ്സിലായില്ല. എങ്ങനെയാണ് മിസ്സായത്? അവിടെ സൃഷ്ടി നിൽക്കുവാനിടയായി, ചലിക്കാതിരുന്നു. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് സകലതും സാധ്യമാണ്.
എലീശ ശക്തമായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. അതിനുവേണ്ടി എന്താണ് ബുദ്ധിമുട്ട്? പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും പണം മുടക്കേണ്ടതുണ്ടോ? പറയുക. പ്രാർത്ഥന ചെയ്യുന്നതിന് എന്താണ് തടസ്സം? എത്ര ആളുകളുണ്ട് പ്രാർത്ഥിക്കുന്നവർ? പറയൂ. എപ്പോഴും ഇങ്ങനെയൊക്കെ ചോദിക്കും. നിങ്ങൾ ബുദ്ധിമുട്ടരുത് കേട്ടോ. രാവിലെ ഒന്ന് പ്രാർത്ഥിക്കും, വൈകുന്നേരം കിടക്കാൻ പോകുന്നതിന് മുൻപ് കർത്താവെ കാത്തുരക്ഷിക്കണമേ ആമേൻ എന്നാണോ? ആഹാരം കഴിക്കുന്നതിന് മുൻപ് ആഹാരം തന്നതിനായിട്ട് സ്തോത്രം ആമേൻ, ആമേനോടൊപ്പം തന്നെ ആഹാരം അകത്തിട്ട് പോകും എന്നാണോ? രാത്രി മാത്രം കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കും, കർത്താവെ ഇന്ന് എവിടേക്ക് കറങ്ങാനിടയായി, പിശാചൊന്നും എന്നെ തൊടാതിരിക്കുവാൻ നീ സംരക്ഷിക്കണമേ, എനിക്ക് നല്ല ഉറക്കം തരണമേ, പോലീസുകാരെ പോലെ എൻ്റെ കട്ടിന് ചുറ്റും കാവൽ നിൽക്കണമേ എന്ന് പറയുന്നു ആമേൻ. അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. ശരിയാണോ? അങ്ങനെയാണോ? അതും പ്രാർത്ഥനയാണ്. എന്നാൽ അത് മാത്രമല്ല പ്രാർത്ഥന. നീ പ്രാർത്ഥിക്കുന്ന സമയത്ത് അറയിൽ കയറി വാതിലടച്ച് രഹസ്യത്തിലിരിക്കുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. എത്ര പേരുണ്ട് രഹസ്യത്തോടെ പ്രാർത്ഥിക്കുന്നവർ? മൈക്കിൽ കൂടിയുള്ള പ്രാർത്ഥന, സ്റ്റേജിൽ കയറി നിന്നുള്ള പ്രാർത്ഥന, ചർച്ചിൽ ചെയ്യുന്നതായ പ്രാർത്ഥന. അതുമാത്രമല്ല, എത്ര പേരുണ്ട് മുറിയിൽ കയറി വാതിലടച്ച് രഹസ്യമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവർ? നിന്റെ മുറിയിൽ കയറി രഹസ്യമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? ആ പ്രാർത്ഥനയാണ് നിനക്ക് ആത്മശക്തി തരുന്നത്. ആ പ്രാർത്ഥനയാണ് ദുരാത്മാവിനെ ഓടിച്ചു കളയുന്നത്. ആ പ്രാർത്ഥന പരീക്ഷകളെ ജയിക്കാനായിട്ട് നിന്നെ സഹായിക്കും. ആ പ്രാർത്ഥനയിൽ കൂടി അത്ഭുതങ്ങൾ നടക്കും. എലീശ പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തത്, അല്ലാതെ വാളോ കത്തിയോ ഒന്നും അവൻ എടുത്തില്ല. അല്ലെങ്കിൽ ബാല്യക്കാരെ വിളിച്ചിട്ട് സഹായം ചെയ്യാൻ അഭ്യർത്ഥിച്ചില്ല, ഒന്നും ചെയ്തില്ല. കർത്താവിനോട് പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തത്. കർത്താവ് ഇവരുടെ കണ്ണുകൾ അടയ്ക്കണമേ, ഇവരെ അന്ധത പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചു, അത്രമാത്രം. ഇവരെല്ലാം കൊന്നുകളഞ്ഞിട്ട് ഞാനൊരു കൊലപാതകയായാൽ എന്താണ് പ്രയോജനമുള്ളത്? എനിക്കിവരെ കൊല്ലുവാൻ കഴിയും, ഇവരെല്ലാം നശിപ്പിച്ചു കളയാൻ കഴിയും. എന്നാൽ ഇവർ മരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ എന്താണ് പ്രയോജനമുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് മരിച്ചു പോയത് കൊണ്ട് എന്താണ് പ്രയോജനം? ദുഷ്ടൻ തന്റെ ദുഷ്ടതയാൽ മരിക്കുന്നത് എനിക്കൊരിക്കലും ഇഷ്ടമല്ല. അവൻ ദുഷ്ടത വിട്ട് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യനെക്കുറിച്ചും അവൻ മരിക്കണമെന്ന് വിചാരിക്കരുത്. ഞാൻ മരിക്കുമെന്ന് പറയരുത്. ചിലർ വാതുറന്നാൽ ഇതാണ് സംസാരിക്കുന്നത്, നീ പോയി ചാകടാ, അത് കേട്ട് അവൻ പോയി മരിക്കുകയാണെന്ന് വിചാരിക്കുക. ജീവിതകാലം മുഴുവൻ പിന്നെ നീ ദുഃഖിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതായി വരും. 10ാം ക്ലാസ് തോറ്റെന്ന് പറഞ്ഞ് അമ്മ പറഞ്ഞ് നീ പോയി ചാകാനെന്ന്, അത് കേട്ട് ആ മകൻ പോയി മരിക്കാനിടയായി. അതെന്താണ്? 10th ക്ലാസ് പാസ്സായില്ലെന്ന് പറഞ്ഞാണോ നീ മരിക്കേണ്ടത്? നിനക്ക് ജീവിതം ഒരുപാട് ബാക്കിയുണ്ട്. 10ാം ക്ലാസ് തോറ്റുപോയ ആളുകൾ ഇവിടെയുണ്ടോ? നിങ്ങൾ പേടിക്കേണ്ട, വീണ്ടും എഴുതുക, വീണ്ടും എഴുതുക. ഇന്റർമീഡിയറ്റ് പാസ്സാകാത്ത ആളുകളുണ്ടോ? നിങ്ങൾ ഭയപ്പെടേണ്ട, വീണ്ടും പോയി എഴുതുക. മദ്രാസിലൊരു വ്യക്തിയുണ്ട്, എഞ്ചിനീയറിംഗിൽ പഠിച്ചിട്ട് 14 തവണ തോറ്റുപോയി. 14 തവണ തോറ്റുപോയി. 14 തവണയും അദ്ദേഹം പരീക്ഷ എഴുതി. അടുത്ത തവണ പാസ്സാകാനിടയായി. ഇപ്പോൾ അദ്ദേഹം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. ഒരുപക്ഷെ അദ്ദേഹം വീണ്ടും ഒന്ന് പരിശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ജയിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് ദൈവത്തോട് ചോദിക്കുക. കർത്താവ് എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് ജ്ഞാനം കുറവായിരിക്കുന്നുവെങ്കിൽ എന്നോട് ചോദിക്കുക എന്ന് അവൻ പറഞ്ഞു. നിങ്ങളുടെ മക്കൾ ഒരുപക്ഷെ പരീക്ഷ പാസ്സാകാതിരിക്കുകയാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ അവരെ വഴക്ക് പറയരുത്. അവരെ ചേർത്ത് നിർത്തുക, ബലപ്പെടുത്തുക. അവന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചറിയുക. അവനെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക. അല്ലാതെ നീ നന്നാവില്ലടാ, മാതാപിതാക്കൾ കുഞ്ഞിനെ പിടിച്ച് നന്നാവില്ലെന്ന് പറഞ്ഞാൽ എന്തനുഗ്രഹമാണ് അവന് വരുന്നത്? പറയൂ. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നോക്കി എന്താണോ പറയുന്നത് അത് തന്നെ സംഭവിക്കും. നിങ്ങൾ അനുഗ്രഹിക്കുക, അല്ലാതെ അവരെ ശപിക്കരുത്. യേശുവിന്റെ സ്നേഹമുള്ള വ്യക്തി സഹിക്കും, അവൻ ക്ഷമിക്കും, സ്നേഹിക്കും, ദയ കാണിക്കും, പ്രാർത്ഥിക്കും. കർത്താവേ, എൻ്റെ മകൻ പാസ്സായില്ല, അവന് പാസ്സാകുവാൻ ജ്ഞാനം കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൻ പാസ്സാകും, ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പാസ്സാകും. അതുകൊണ്ട് പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാർത്ഥന ചെയ്യുന്നതായ മനുഷ്യർ എപ്പോഴും പുതിയ ബലം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും അവർ നിരാശപ്പെടില്ല. അവർ അത്ഭുതങ്ങൾ കാണാനിടയാകും. ഈ സൈന്യങ്ങളെ അന്ധത പിടിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അന്ധത പിടിക്കുവാനിടയായി. അവരുടെ അവസ്ഥ പിന്നെ എന്തായിരിക്കും പറയുക? അന്ധന്മാരുടെ അവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു പിടിക്കുക നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ അറിയാൻ ശ്രമിക്കുക. കണ്ണടയ്ക്കുമ്പോൾ എന്തെങ്കിലും കാണുവാൻ കഴിയുമോ? എന്താണ്? മൊത്തം ഇരുട്ടാണ്. ഒന്നും അറിയുവാൻ കഴിയില്ല, വഴി അറിയാൻ കഴിയില്ല. അവരെല്ലാം തപ്പിത്തടയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ തപ്പിത്തടയുകയാണ്. അപ്പോൾ എലീശ തന്നെ മുമ്പോട്ട് വന്നിട്ട് ഇതല്ല വഴി, ഇങ്ങോട്ടല്ല പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. എവിടേക്കാണ് എലീശ അവരെ കൂട്ടിക്കൊണ്ടുപോയത്? ശമരിയ പട്ടണത്തിൽ. അവിടെ ആരാണുള്ളത്? ഇസ്രായേൽ രാജാവുള്ളതായ ആ പട്ടണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എല്ലാവരെയും കൊല്ലാമെന്ന് പറഞ്ഞ ആളുകൾ ഇവിടുത്തെ രാജാവിന്റെ കോട്ടയിലേക്ക് വന്നിരിക്കുകയാണ്. എലീശ വീണ്ടും കർത്താവിനോട് പ്രാർത്ഥിച്ചു. യഹോവേ, കാണത്തക്കവണ്ണം
ഇവരുടെ കണ്ണു തുറക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവരുടെ കണ്ണുകൾ തുറന്നു. കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇവർ എവിടെയാണ്? ശത്രുവിന്റെ കോട്ടയ്ക്കകത്ത്. എവിടെയാണ്? പിടിക്കാമെന്ന് പറഞ്ഞ ആളുകൾ പിടിക്കപ്പെടുവാനിടയായി. തോൽപ്പിക്കാമെന്ന് പറഞ്ഞു വന്ന ആളുകൾ തോൽക്കുവാനിടയായി. വഞ്ചിക്കാമെന്ന് പറഞ്ഞ ആളുകൾ വഞ്ചിക്കപ്പെടുവാനിടയായി. നിന്റെ നേരെ ഒരു സൈന്യം പാളയമിറങ്ങിയാലും എല്ലാ ഇടങ്ങളിൽ നിന്നും കടന്നു വന്നാലും അവരെല്ലാവരും ഓടിപ്പോകുവാനിടയാകും. പിശാചിനെ ഓടിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന മാത്രമാണ് ആയുധം. ദൈവദാസന്മാരുടെ പ്രാർത്ഥന അനുഗ്രഹമാണത്. ദൈവത്തിന്റെ ഹിതപ്രകാരം നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. രാജാവ് വന്നിട്ട് ദൈവദാസനോട് അരുളപ്പാട് ചോദിക്കുന്നു. ഇക്കാലത്തുള്ള ദൈവദാസന്മാർ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. എന്താണ്? രാജാവ് ചോദിച്ചു, ദൈവപുരുഷനെ, ഇവരെ എന്താണ് ചെയ്യേണ്ടത്? ഇവരെ കൊന്നുകളയട്ടെ. അപ്പോൾ പറഞ്ഞു, വേണ്ട. എന്താണ്? വായിക്കൂ. അവർക്ക് ആഹാരം കൊടുക്കുക. അവർ നല്ലവണ്ണം തിന്ന് കുടിച്ച് പോകട്ടെ. എന്താണ്? നിന്റെ ശത്രു നിന്റെ അരികിലേക്ക് വരികയാണെങ്കിൽ നീ എന്താണ് അവനോട് ചെയ്യേണ്ടത്? അവന് ആഹാരം കൊടുക്കുക. അവനൊരു ദോഷവും ചെയ്യരുത്. അവർ തിന്നു കുടിച്ച് മടങ്ങിപ്പോകാനിടയായി. അവർ അവിടെ ചെന്നിട്ട് രാജാവിനോട് പറഞ്ഞു കാണും. എന്തായിരിക്കും അവർ അവിടെ ചെന്ന് രാജാവിനോട് പറഞ്ഞിട്ടുള്ളത്? ഹോ ദൈവമേ, അതെത്ര വലിയൊരു രാജ്യമാണ്! ആ രാജാവ് എത്ര ശ്രേഷ്ഠനാണ്! ആ ദൈവദാസൻ എലീശ എത്ര ശ്രേഷ്ഠനായ വ്യക്തിയാണ്! അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ കാഴ്ച പോയി. എന്നാൽ പിന്നീട് പ്രാർത്ഥിച്ച് കാഴ്ച തിരികെ നൽകി. ജീവിതകാലം മുഴുവനും ഞങ്ങൾ കുരുടന്മാരായിരിക്കേണ്ടവരാണ്. ആ ദൈവദാസൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് കാഴ്ച കിട്ടിയത്. ഞങ്ങൾക്കിത് മാത്രം മതി. കണ്ണില്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് പിന്നെ ജീവിക്കുന്നത്? അതുമാത്രമല്ല, രാജാവിന്റെ കയ്യിൽ ഞങ്ങൾ അകപ്പെട്ടു. ഞങ്ങളെ ഉപദ്രവിച്ചിട്ട് കടത്തിവിടുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ അദ്ദേഹം എന്താണ് ചെയ്തത്? ഞങ്ങൾക്ക് ആഹാരം നൽകി. എത്ര നല്ല രുചികരമായ ആഹാരമാണ് ഇസ്രായേൽ രാജ്യത്തുള്ളതെന്നറിയാമോ? രാജാവേ, ഞങ്ങളെല്ലാവരും ചേർന്ന് അപേക്ഷിക്കുകയാണ്, ഒരിക്കലും അവരെ ശല്യം ചെയ്യാൻ പോകരുത്. അവർ സത്യദൈവത്തെ ആരാധിക്കുന്നവരാണ്. ദൈവത്തിന്റെ സ്നേഹം അവരുടെ കൂടെയുണ്ട്. ദൈവത്തിന്റെ ശക്തി അവരുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്താണ് അവർ യുദ്ധം ചെയ്യുന്നത്? മതിയാക്കി. അടുത്തത് വായിക്കൂ. അരാമ്യ പടക്കൂട്ടങ്ങൾ പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നില്ല. പിശാച് നിന്നെ തൊടുകയില്ല. എന്തു ചെയ്യണം? പിശാച് നിന്നെ പിന്തുടരാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കുക, സ്നേഹം കാണിക്കുക, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ പോരാടുക, ദൈവത്തിന്റെ വചനം അനുസരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജയമുണ്ടാകും. ഇപ്പോൾ തന്നെ നിങ്ങളിൽ പലരും പിശാചിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാവാം. വെളിയിൽ വരുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കാം. ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ഹൃദയദൃഷ്ടി തുറക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കുന്നത് കാണാം. നിങ്ങളുടെ തെറ്റുകൾ എങ്ങനെയെങ്കിലും ഏറ്റുപറയിപ്പിച്ച്, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച്, നിങ്ങളുടെ ചുറ്റും ദൈവിക സംരക്ഷണം നൽകി നിങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് അവൻ ആശിക്കുന്നു. ഈ കൂട്ടത്തിനു ചുറ്റും ഇപ്പോൾ കാണുന്നതായ ലൈറ്റുകൾ അല്ല, ഇതിനു ചുറ്റും ദൈവത്തിന്റെ അഗ്നിരഥങ്ങൾ വളഞ്ഞിരിക്കുകയാണ്. ദുഷ്ടനായ പിശാച് നമ്മെ തൊടാതിരിക്കുവാന്, ദുഷ്ടൻ കൊണ്ടുവരുന്ന ഒരു തന്ത്രങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഫലിക്കാതിരിക്കുവാന് പരിശുദ്ധാത്മാവ് നമ്മെ കാത്തു സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: കർത്താവിന്റെ സന്നിധി നിങ്ങളുടെ മനസ്സ് തുറന്നിട്ട്, കർത്താവേ, സത്യമാണ്, ഞാൻ ഇരുട്ടിലായിരിക്കുന്നു, ഞാൻ കഷ്ടതയിലായിരിക്കുകയാണ്, എനിക്കൊരുപാട് വേദനകളുണ്ട്, പിശാചിന്റെ പോരാട്ടമുണ്ട്, കടബാധ്യതകളുണ്ട്, എന്തു ചെയ്യണമെന്നറിയില്ല, ഭാവിയെക്കുറിച്ചുള്ള നിരാശയുണ്ട്, എൻ്റെ മക്കളുടെ ജീവിതം പോലും നശിച്ചിരിക്കുകയാണ്, എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് പറയുക. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല എന്ന് പറഞ്ഞ കർത്താവ്. ആ കർത്താവിനോട് നിങ്ങൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ എന്നോട് പറയേണ്ട കാര്യമില്ല, കർത്താവിനോട് നിങ്ങൾ മനസ്സ് തുറന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ വലിയ വിടുതൽ നൽകും. കർത്താവേ, ഇവരുടെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടാണ് അവരുടെ കണ്ണ് തുറന്നത്. ഉടൻ തന്നെ അവരുടെ കണ്ണുകൾ തുറന്നു. കണ്ണുകൾ അടപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച സമയത്ത് തന്നെ കണ്ണുകൾ അടച്ചു. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഈ ക്ഷണത്തിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ മതിയായവനാണ്. നാം ആരാധിക്കുന്ന ദൈവം വലിയവനാണ്.
ലോകത്തിലുള്ളവനേക്കാൾ നമ്മിലുള്ളവൻ വലിയവനാണ്. സകല അന്ധകാര ശക്തിയെയും ദുരാത്മാവിന്റെ ശക്തിയെയും എല്ലാം ജയിച്ചവനാണ് യേശുക്രിസ്തു. പാതാള ശക്തികളെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവനായ കർത്താവാണ്. അവൻ ഇന്നലെയും ഇന്നും എന്നും നിത്യനായ ദൈവമാണ്. അന്നത്തെ ബൈബിളിലെ ചരിത്രമല്ല ഇത്. ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണുവാൻ കഴിയും. നിങ്ങൾ ദൈവത്തോട് പറയുക, വായ തുറന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തെ നിങ്ങൾ വിശ്വാസമർപ്പിക്കൂ, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, നിങ്ങളുടെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ നിങ്ങൾ വെളിപ്പെടുത്തുക. ദൈവം അവയെല്ലാം മാറ്റാനിടയാകും. നിങ്ങൾക്ക് ജയം നൽകുവാൻ, പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന്, കുടുക്കുകളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ അവൻ ഒരുക്കത്തോടെയായിരിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും കർത്താവിന്റെ സന്നിധിയിലേക്ക് തലകളെ വണക്കി അടുത്തു വരാം, പ്രാർത്ഥിക്കാം. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവാണ്. വായു തുറന്ന് നിങ്ങളുടെ കർത്താവിനോട് നിങ്ങൾ സംസാരിക്കുക. എന്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് നൽകാമെന്ന് യേശുക്രിസ്തു പറഞ്ഞു. ചോദിക്കുക, വായു തുറന്ന് ചോദിക്കുക. നിങ്ങൾ ലജ്ജിക്കേണ്ട കാര്യമില്ല, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടാണോ? കുടുംബ പ്രശ്നങ്ങളാണോ? തീരാരോഗങ്ങളാണോ? കടബാധ്യതകളാണോ? സമാധാനമില്ലാത്തതായ അവസ്ഥയാണോ? എന്തു ചെയ്താലും നന്മ ലഭിക്കാത്ത അവസ്ഥയാണോ? നഷ്ടപ്പെട്ടു പോയി എന്ന ദുഃഖമാണോ? തകർക്കപ്പെട്ടു എന്ന ഭാരമാണോ? ചതിക്കപ്പെട്ടു പോയി എന്ന ഭാരമാണോ? എന്താണെങ്കിലും ശരി, പിശാച് നിന്നെ തൊടാതെ ഈ സമയത്ത് കർത്താവ് നിന്നെ വിടുവിക്കുവാനായി ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഇവിടെയായിരിക്കുന്ന ഓരോരോ വ്യക്തികളും നിന്റെ കണ്ണിൽ വിലയേറിയ വ്യക്തികളാണെന്നും നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളാണെന്നും നീ അവരുടെ ജീവിതങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണെന്നും വിശ്വസിക്കുന്നു കർത്താവേ. ഈ സമയത്ത് ഇവരുടെ അകക്കണ്ണുകളെ നീ തുറക്കുമാറാകണമേ. യേശുവിലുണ്ടായിരിക്കുന്ന സമ്പൂർണതയെ, അവന്റെ മഹിമാധനത്തെ കാണുന്നതിനു വേണ്ടി ഇവരുടെ ഹൃദയദൃഷ്ടിയെ നീ ഇന്ന് പ്രകാശിപ്പിക്കണമേ. നിന്റെ മുഖകാന്തി ഞങ്ങളുടെ മേൽ നീ ഉദിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയ രഹസ്യങ്ങളെ, രഹസ്യമായി ഞങ്ങളുടെ ജീവിതത്തിലുള്ളതായ പാപങ്ങളെ വെളിപ്പെടുത്തണമേ കർത്താവേ. എനിക്കൊരു കുഴപ്പവുമില്ല, ഞാനും ദൈവത്തിന്റെ പൈതലാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഞങ്ങളെ തന്നെ ഞങ്ങൾ വഞ്ചിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ അപ്പാ. ഈ സമയത്ത് ഇപ്പോൾ തന്നെ പിശാചിന്റെ ബന്ധനങ്ങളിലായിരിക്കുന്ന വ്യക്തികളെ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. പിശാചിന്റെ കയ്യിൽ ഞെരുങ്ങുന്നതായ ആളുകളെ വിടുവിക്കുകയാണ് കർത്താവേ. ദുശീലങ്ങൾക്ക്, ദുഷ്ടതയ്ക്ക് ഇടം നൽകിക്കൊണ്ട്, അനുസരണക്കേടും അതിക്രമക്കേടും ചെയ്തുകൊണ്ട്, പകയ്ക്കും വിദ്വേഷത്തിനും ഇടം നൽകിക്കൊണ്ട്, കാമാസക്തികൾക്ക്, ദുഷ്ടതയ്ക്ക് ജീവിതത്തിൽ ഇടം കൊടുത്തുകൊണ്ട് തങ്ങളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഇപ്പോൾ തന്നെ നിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. ഇനിയും ഒരിക്കലും പാപത്തിലേക്ക് പോകുവാൻ ഇടയാകാതെ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന പുതിയ ജീവിതം എല്ലാവർക്കും കൊടുക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ കാണുവാൻ നീ സഹായിക്കുമാറാകണമേ. എല്ലാവരെയും ബലത്തോടുകൂടി അയക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ,
യേശുവേ 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 യേശുവേ